A/x × 4/5 എന്ന് പറയാം 2/8 തന്നിട്ടുണ്ട്. A/n/b/n എന്ന് പറയാം. പവർ രണ്ടും തുല്യമാണ്. a/b^n എന്ന് എഴുതാം. കൃത്യങ്ക നിയമം. അതുപോലെ നമുക്ക് 10x/5/x × 4 എന്ന് എഴുതാം. ഇതിനെ =2/8. ഇത് രണ്ടും പവർ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് ഈ നിയമപ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? 10/5 പവർ ഒരുപോലെ ആയതുകൊണ്ട് ഇൻറ്റു 4നെ നമുക്ക് 2² ആക്കി എഴുതാം. 2ൻ്റെ പവർ ആക്കി എഴുതാം. റൈറ്റ് സൈഡിൽ 2ൻ്റെ പവർ ആയതുകൊണ്ട്. അതായത് 10/5 എന്ന് പറയാൻ 2 2x × 2² = 2/8. A/m × A/n എന്ന് പറയാം A/m+n. അതായത് 2x+2 പവേഴ്സ് കൂട്ടുക x × സമം 2/8. ഇവിടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ബേസ് തുല്യമായാൽ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. വിച്ച് ഇംപ്ലൈസ് പവേഴ്സ് ഏതൊക്കെ? x+2 = 8. x+2 8 ആണെങ്കിൽ x = 8. ഈ +2 ഇപ്പുറം വരുമ്പോൾ -2 = 6 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 10x/5/x × രണ്ടിടത്തും x പവർ ഉണ്ടായതുകൊണ്ട് നമുക്ക് 10/5x × 4 പകരം 2² = 2/8 എന്ന് എഴുതാം. 10/5 എന്ന് പറയാൻ 2 2x × 2² എന്ന് പറയാൻ 2/8. A/m × A/n A/m+n 2x × 2/2 എന്ന് പറയാൻ 2/8. ഇവിടെ ബേസ് രണ്ടും തുല്യമായതുകൊണ്ട് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ പവർ ഏതൊക്കെ? x+2ഉം 8ഉം. x+2 = 8. അതായത് x = 8. ഈ +2 ഇപ്പുറം വരും -2 8 - 2 6 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.